വെച്ചാൽ തുറക്കട്ടെ. ഈ ലോകത്ത് നല്ലത് ചെയ്യുന്നവരാർക്കും കണ്ടുകൂടാ. എന്തെങ്കിലും മോശം ചെയ്യുന്ന അവരെല്ലാവരും ഇങ്ങനെ പൊക്കി അങ്ങ് മുകളിലോട്ട് വെക്കും. അത്തരത്തിലുള്ളൊരു സംഭവം. കാരണം എന്ന് വെച്ചാൽ ഈ ഉസ്താദ് പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല അറിവ് തരുന്നൊരു ഉസ്താദാണ്. ആ ഉസ്താദിനെ പറ്റിയിട്ട് എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് ഇങ്ങനെ അയച്ചു വിടുന്നത്. നാട്ടുകാർക്ക് എത്രത്തോളം ഉപകാരം ചെയ്യുന്നു അത്രത്തോളം മറ്റുള്ള ആൾക്കാർ ഉപദ്രവിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. അത്തരത്തിലൊരു നല്ല കാര്യം ഈ ഉസ്താദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു കേട്ടോ. തുറക്കട്ടെ. ആദ്യം ഇത് കണ്ടിട്ട് തുറന്നാൽ പോരെ. എന്റെ മോൻ എങ്ങനെയെങ്കിലും ഉസ്താദ് ഈ കാലൊന്ന് പിടിപ്പിച്ചു കൊടുത്ത് എന്റെ മകൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് ഓടി ആഴ്ച വന്ന് എന്റെ മകനെ നോക്കാനുള്ള നിവർത്തിയില്ല. ലോകം മൊത്തം ഞങ്ങൾക്ക് കടമുണ്ട്. ഇനിയാണ് നമ്മൾ സമ്മാനം തുറക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ണു നിറച്ചേ. തുറക്കാൻ പോണേ. ഉസ്താദെ, ഞാൻ സുജിത്താണ്. എന്താ പറയേണ്ടത്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഉസ്താദെ, ഞാനിന്ന് അതാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് കാല് വെച്ച് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി ഒക്കെ ആയി വരണം. കുറച്ച് ദിവസം കൂടിയൊക്കെ ട്രെയിനിങ് ഒക്കെ ഉണ്ടാകും. ഇന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഉസ്താദിന് വളരെയധികം നന്ദി. ഉസ്താദ് എത്രയോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അതേപോലെ ഉസ്താദിനോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകളും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്നും എനിക്കൊരു ഇതിൽ വരത്തില്ലായിരുന്നു, ഇത് കിട്ടത്തില്ലായിരുന്നു എനിക്ക്. എന്നാലും ഉസ്താദ് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ടും ഉസ്താദ് താങ്ക്സ് ഉസ്താദ്. അതാ ഞാൻ പറഞ്ഞത്, ഒരാൾ എത്രത്തോളം ഒരാൾക്ക് നന്മ ചെയ്യുന്നു അത്രയും ആ നന്മയുടെ എന്താ പറയുക, ആശംസകളും അങ്ങനത്തെ നന്ദിയുള്ള വാക്കുകളൊക്കെ ഒരു ഭാഗത്ത്, അതിനെ എതിർത്തിട്ട് എത്രത്തോളം കുറ്റം പറയാൻ പറ്റും അങ്ങനെ പറയുന്ന ഒരുപാട് കുറ്റവചനങ്ങളും മറ്റൊരു ഭാഗത്ത്. മനുഷ്യന്മാരൊരു കഥ ഞാൻ ചിന്തിക്കുന്നു. കാരണം വെച്ചാൽ നമുക്ക് നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും ഒരാളെ ദ്രോഹിക്കരുത് ആരും. അപ്പോൾ ഏതായാലും ഞാൻ ഉസ്താദിന് അയച്ചത് വീഡിയോ. എന്തായാലും ഞാനത് വെച്ച് ട്രെയിനിങ്ങെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വരും, ഉസ്താദിനെ കാണും. കേട്ടോ ഉസ്താദ്, ഞാനും എൻ്റെ മോനൊക്കെ കൂടി വരും. കുഞ്ഞിനായിട്ട് ഞാൻ അവിടെ വരും ഉസ്താദിനെ കാണാനായിട്ട്. താങ്ക്സ് ഉസ്താദെ, വളരെയധികം നന്ദി. ജനങ്ങളോട് ഇത്രയും ഉപകാരം ചെയ്തൊരു ഉസ്താദിൻ്റെ കോലം ആക്കിയിട്ട് കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്നത്? ഉസ്താദ് ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിച്ചോട്ടെ. നമുക്ക് വെറുപ്പായിട്ടോ നമുക്ക് ഉപകാരമായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഉസ്താദിൻ്റെ ചാനലിൽ സംസാരിച്ചോട്ടെ. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നവർ മാത്രം സ്വീകരിക്കാം. അല്ലാണ്ട് ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ അൻസാരി ഉസ്താദിൻ്റെ ഫോട്ടോ കുരങ്ങിൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് ആളിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ടെന്താ നിങ്ങളങ്ങനെ എയറിലാവും എന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരുപാട് റീച്ച് കിട്ടും എന്ന് വിചാരിച്ചിട്ടോ? ഈ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചിട്ടെങ്കിലും മറ്റുള്ള മക്കളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥനാണ്. ഒരു ഗുരുനാഥന്മാരെ ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് അക്ഷരം പഠിപ്പിച്ചിരുന്ന ഗുരുനാഥന്മാർ, അവരെ നമ്മൾ ഇന്നും ബഹുമാനിക്കേണ്ടവരാണ്. എന്നിടത്താണ് ഈ ഉസ്താദിന് പരമാവധി എത്രത്തോളം കളിയാക്കാൻ അപമാനിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യുന്ന ജനങ്ങൾ. ഒരു ഭാഗത്ത് ഓണം ആഘോഷിക്കാൻ പാടില്ല, മറ്റൊരു ഭാഗത്ത് ഓണം ആഘോഷിക്കാം. അവർ കൊണ്ടുവരുന്ന ഭക്ഷണം നമുക്കും വാങ്ങാം, നമ്മളെ പെരുന്നാളിൻ്റെ ഭക്ഷണം അവർക്കും കൊടുക്കാമെന്നല്ല അന്ന് എല്ലാ ആൾക്കാരും പറയുന്നത്. അങ്ങനെ ഓരോ എന്താ പറയുക വർഗീയ വിവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓണത്തിന് ചൊല്ലിയിട്ട്. ഇപ്പം ഓണത്തിന് ചൊല്ലി ഏറ്റവും വിവാദമായത് സ്കാർഫ് ചെയ്തിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്കാർഫ് ചെയ്തിട്ട് തന്നെ ഡാൻസ് കളിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരാളെ നന്നാക്കാൻ പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ലതായ കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുക. അത് സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, പിന്നെ എന്താ പറയുക, റിജക്റ്റ് ചെയ്യുന്നവർ റിജക്റ്റ് ചെയ്യട്ടെ.